Good afternoon to all. In last class we studied the first lesson from your textbook Sanchayan. From the textbook Sanchayan, already we studied the first lesson. Started the first lesson, first page. Gillu. Gillu. Did you remember the name of the lesson? Gillu. Gillu किसकी रचना है? महादेवी वर्मा. हिंदीले प्रमुखयाയ എഴുത്തുകാരിയായിട്ടുള്ള മഹാദേവി വർമ്മയുടെ രചനയാണ് ഗില്ലു. ഗില്ലു एक സസ്മരണാത്മക കഹാനി है. സസ്മരണാത്മക എന്ന് പറഞ്ഞാൽ എന്താ? ഓർമ്മക്കുറിപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ജീവിയുടെ ജീവിതകാലത്തെക്കുറിച്ച് മുഴുവൻ, ആ ജീവിയുടെ ജീവിതത്തെക്കുറിച്ച് മുഴുവൻ നമ്മുടെ മുന്നിൽ വരച്ച് കാട്ടാൻ പോവുകയാണ് ലേഖിക. അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നു, ലേഖിക ഒരു തോട്ടത്തിലൂടെ, അവരുടെ തോട്ടത്തിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് സോൻജുഹി മുല്ല, മഞ്ഞ മുല്ലയിൽ ഒരു മുട്ട് കണ്ടപ്പോഴാണ് ആ ജീവിയെ ഓർമ്മ വന്നത്. ഏത് ജീവിയെ? ആ മുല്ലമുട്ടിൻ്റെ ഇടയിൽ, ആ പച്ചപ്പിനിടയിൽ ഇരുന്നിട്ട് പെട്ടെന്ന് തോളിലേക്ക് ചാടി എന്നെ ഞെട്ടിക്കുന്ന ആ ജീവിയെ ഓർമ്മ വന്നത്. ഇപ്പോൾ ആ മഞ്ഞുമുട്ട് കണ്ടപ്പോൾ ആ ജീവിയെ ഓർമ്മ വന്നു. ഇപ്പോൾ ആ മഞ്ഞുമുട്ടുകൾ അതിനെ കാണുമ്പോൾ ലേഖികയ്ക്ക് വിഷമം തോന്നുന്നു പറഞ്ഞു. കാരണം എന്താ? ഇപ്പോൾ അതിനെയാണ് ഓർക്കുന്നത്. എന്തുകൊണ്ടാണ്? ലേഖിക എന്നിട്ട് പറയുകയാണ്, ഈ മഞ്ഞുമുട്ടിൻ്റെ രൂപത്തിൽ ഒരു പക്ഷേ ഈ മുല്ലയിലേക്ക് വന്ന് വിരിഞ്ഞിരിക്കുന്ന ഈ മുട്ട് ആ ചെറുജീവിയാവാം. ഏത് ചെറുജീവിയാണെന്ന് നമ്മളോട് പറഞ്ഞില്ല. എന്നിട്ട് കാക്കയെക്കുറിച്ച് പറഞ്ഞു. രണ്ട് കാക്കകൾ എന്താണ്, അവരുടെ വീട്ടിൽ ഒരു ഫ്ലവർ വേസിൻ്റെ ഇടയിലിട്ട് ഈ ഒരു കുഞ്ഞു ജീവിയെ കൊത്തുന്നത് കണ്ടു. എന്നിട്ട് കാക്ക നമ്മുടെ വീട്ടിൽ വിരുന്ന് വിളിച്ച് ആളുകളെ ക്ഷണിക്കുന്നതിനെ കുറിച്ചും കാക്കയെ നമ്മൾ ഒരേ സമയം അപമാനിക്കുകയും എന്താണ് അതുപോലെ ആദരിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ ലേഖിക പറഞ്ഞു. പേജ് നമ്പർ 2. मेरे काक पुराण के विवेचन में अचानक बाधा आ पड़ी क्योंकि गमले और दीवार की संधि में छिपे एक छोटे से जीव पर मेरी दृष्टि रुक गई. ലേഖിക ഇത് പറയാൻ കാരണം എന്താ? കാക്കയെ കുറിച്ച് പറയാൻ കാരണം എന്തായിരുന്നു? അവരുടെ വീട്ടിലെ ഫ്ലവർ വേസിന്റെ ഇടയിൽ എന്താണ് ഒരു എന്തിനെയോ ഇട്ട് കാക്ക കൊത്തുന്നത് കണ്ടു. അപ്പോഴാണ് കാക്കയ്ക്ക് ഇങ്ങനെയുള്ള ചില ദൂഷ്യഫലങ്ങളുണ്ട്, ഒരേ സമയം ഗുണകാരിയും ദോഷകാരിയുമാണെന്നൊക്കെ ലേഖിക പറഞ്ഞു. നമ്മുടെ പിതൃക്കള് കാക്കയുടെ രൂപത്തിൽ വന്ന് പിറക്കുന്നു എന്നാണ് വിശ്വാസം എന്ന് ലേഖിക പറഞ്ഞത്. ഞാൻ എനിക്ക് കാക്കപുരാൺ എന്താ? കാക്കയെ കുറിച്ചുള്ള വർത്തമാനം. ഇപ്പോൾ ലെസണിൽ പറഞ്ഞത് കാക്കയെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. മേരെ കാക്കപുരാണിന്റെ വിവേചനയും അചാനക് ബാധ ആ പടി, പെട്ടെന്നൊരു തടസ്സമുണ്ടായി. എന്താണ്? ക്യോങ്കി ഗമലെ ഔർ ദീവാർ കി സന്ധി മേ छिपे छोटे से जीव पर मेरी दृष्टि रुक गई. അവിടുത്തെ ഫ്ലവർ വേസിന്റെയും ഭിത്തിയുടെയും ഇടയില്, സന്ധി മീൻസ് എന്താ? ഇടയില്, അതിന്റെ ഇടയില് ചിപ്പേ ചോട്ടേ സേ ജീവ്, ഒളിച്ചിരിക്കുകയാണ് ഒരു കുഞ്ഞു ജീവി. അതിലെന്റെ കണ്ണുകൾ ഉടക്കി. നിക്കട്ട് ജാക്കർ ദേക്കാ ഗിൽഹരി കാ ഛോട്ടാ സാ ബച്ചാ ഹെ. അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ കണ്ടു. എന്താണ്? ഗിൽഹരി. ഗിൽഹരി എന്താണ്? സ്ക്വിറൽ, അണ്ണാൻ അല്ലേ? ഗിൽഹരി കാ ഏക് ഛോട്ടാ സാ ബച്ചാ ഹെ, ഒരു അണ്ണാൻ കുഞ്ഞാണ്, കുഞ്ഞൊരു അണ്ണാനാണ്. ജോ സംഭവതഃ घोंसले से गिर पड़ा है और अब कौवे जिसमें सुलभ आहार खोज रहे हैं. പാവം, അത് എങ്ങനെയോ അതിന്റെ കൂട്ടിൽ നിന്ന് താഴേക്ക് വീണതാണ്. അണ്ണാന്റെ കൂട് കണ്ടിട്ടില്ലേ? മരപ്പൊത്തിലും മരത്തിന്റെ മുകളിലൊക്കെ പൊത്തിലാണ് അണ്ണാൻ കൂട്. അപ്പോൾ ആ കൂട്ടിൽ നിന്ന് തെറിച്ച് താഴേക്ക് വീണതാണ്. പക്ഷേ കാക്കകള് ഇപ്പൊ അതിനെ ആഹാരമാക്കാൻ, അവരുടെ ഇന്നത്തെ ആഹാരത്തിനുള്ള വക കാക്കകൾ ആ അണ്ണാൻ കുഞ്ഞിൽ കണ്ടെത്തുകയാണ് ചെയ്തത്. ജീവനുള്ള ചെറിയ തവളക്കുഞ്ഞിനെയൊക്കെ പിടിക്കുന്ന കാര്യം മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞ, തവളയെയും എന്താണ് ചെറിയ ചെറിയ ജീവികളെയൊക്കെ ജീവനോടെ തന്നെ കാക്ക കൊത്തിക്കൊണ്ടുപോകും അല്ലേ? എന്നിട്ട് കൊത്തിക്കൊന്ന് കഴിക്കും. അപ്പോൾ ഇവിടെയും കാക്ക ആ കുഞ്ഞ് അണ്ണാനില് തങ്ങളുടെ ആഹാരം കണ്ടെത്തുകയായിരുന്നു. കാക്കദ്വയക്ക് ചോച്ചോക്കെ ദോ ഖാസെ ലഘുപ്രാൺ കെ ലിയെ ബഹുത് ദേ. എന്താണ് കാക്കദ്വയ? ദ്വയം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ദ്വയം, ഏകം, ദ്വയം അല്ലേ? പഠിച്ചിട്ടില്ലേ? ഏകം, ദ്വയം അങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോ ദ്വയം രണ്ട്, കാക്കദ്വയ രണ്ട് കാക്കകളുടെ ചോഞ്ചോങ്കെ, ചോഞ്ച് മീൻസ് എന്താ? ബീക്ക്, ചുണ്ട്. ദോ ഖാവ് രണ്ട് മുറിവുകള്. ഈ രണ്ട് കാക്കകളുടെയും ചുണ്ടിലെ ചുണ്ടുകൾ കൊണ്ടുള്ള രണ്ട് മുറിവുകൾ ഔസ് ലഘു പ്രാണിക്കേലിയെ ബഹുത്തേ, ആ കുഞ്ഞു ജീവിക്ക് അധികമായിരുന്നു. കാരണം എന്താ? ഒരു കുഞ്ഞു ജീവിയാണ് അത്, അണ്ണാന്റെ കുഞ്ഞാണ്. അണ്ണാന്റെ വലിപ്പം നമുക്കറിയാലോ. അതിന്റെ കുഞ്ഞിന് രണ്ട് ചുണ്ടുകൾ കൊണ്ടുള്ള, അതായത് രണ്ട് കാക്കകളുടെയും ചുണ്ടുകൾ കൊണ്ടുള്ള ആ പ്രഹരം അതിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. अतः वह निश्चेष्ट सा गमले से चिपटा पड़ा था.
അതെന്താണ്, അത് ഒരു പരാതി കൂടാതെ ഇങ്ങനെ ഫ്ലവർ വേസിന്റെ ഇടയിലേക്ക് ഇങ്ങനെ പതിഞ്ഞ് പതിഞ്ഞ് കാത്തിരിക്കുകയാണ് കാക്കയിൽ നിന്ന് രക്ഷപ്പെടാൻ. സബ്നെ കഹ, എല്ലാവരും പറഞ്ഞു. ഇപ്പോ ലേഖിക അതിനെ കയ്യിലെടുത്തു. എല്ലാവരും പറഞ്ഞു, കൗവേ കി ചോഞ്ച് കാ ഘാവ് ലഗ്നെ കെ ബാദ് യഹ് ബച്ച് നഹീ സക്താ, കാക്കയുടെ ചുണ്ടുകൊണ്ട് കൊത്തേറ്റതല്ലേ, ഇതിന് രക്ഷപ്പെടില്ല എന്ന് എല്ലാവരും പറഞ്ഞു. അതഹ ഇസേ ഏസേ ഹി രഹ്നെ ദിയാ ജായേ, എന്താണ് അതിന് കാക്കയ്ക്ക് തന്നെ കൊടുക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അതിനെ വെറുതെ വിട്ടേക്കോ, അവിടെ എവിടെയെങ്കിലും ഇട്ടേക്കോ, അതിനെ എടുക്കണ്ട എന്ന് എല്ലാവരും പറഞ്ഞു. പരന്തു മൻ നഹി മാന, എന്നാൽ എൻ്റെ മനസ്സ് അത് സമ്മതിച്ചില്ല, എൻ്റെ മനസ്സിന് അത് സമ്മതിക്കാൻ പറ്റിയില്ല. ഉസേ ഹൗലേ സേ ഉഠാകർ അപ്നെ കമരെ മേ ലായി, എന്ത് ചെയ്തു, ഞാൻ അതിനെ ധൈര്യപൂർവ്വം അതിനെ പൊക്കിക്കൊണ്ടുവന്ന് എന്ത് ചെയ്തു, മുറിയിലേക്ക് കൊണ്ടുവന്നു. फिर रुई से रेक पोंछ कर घावों पर पेंसिलिन का मरहम लगाया, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, രുയി എന്താ, കോട്ടൺ, പഞ്ഞി എടുത്തിട്ട് അതിന്റെ ശരീരത്തൊഴുകിയിരുന്ന രക്തമൊക്കെ തുടച്ചു കളഞ്ഞു. ആ അണ്ണാൻ കുഞ്ഞിന് കാക്കയുടെ കൊത്തുകൊണ്ട് സംഭവിച്ച മുറിവുകളിലെ രക്തമൊക്കെ തുടച്ചു കളഞ്ഞിട്ട് എന്ത് ചെയ്തു, അതിന്റെ മുറിവുകളില് പെൻസിലിൻ മരുന്ന് വെച്ചു കൊടുത്തു. പെൻസിലിന്റെ മരുന്ന് വെച്ചു. रुई की पतली बत्ती दूध से भिगोकर जैसे जैसे उसके नन्हे से मुख में लगाई, पर मुख खुल न सका और दूध की बूंदें दोनों मुंह लग गई. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ലേഖിക എന്താ ചെയ്തത്, രുയിക്ക് പത്ലി ബത്തി, ഈ പഞ്ഞി കൊണ്ടുള്ള തിരി തെറുത്തെടുത്തു. നല്ല പഞ്ഞി ഇങ്ങനെ തെറുത്തിട്ട് നമ്മളിങ്ങനെ തെറുത്തിട്ടെടുക്കാറില്ലേ തിരി, പഞ്ഞി കൊണ്ടുള്ള തിരി തെറുത്തിട്ട് എന്ത് ചെയ്തു, പാല് കൊണ്ടുവന്ന് വെച്ചിട്ട് പാലിന് മുക്കിയിട്ട് ഈ അണ്ണാൻ കുഞ്ഞിന്റെ ചുണ്ടത്തേക്ക് ഇറ്റിച്ചു കൊടുത്തു. പക്ഷേ ആ തുള്ളികൾ പാല് കൊടുത്തെങ്കിലും അതിങ്ങനെ ചുണ്ടടച്ചു വെച്ചിരുന്നുകൊണ്ട് പാല് രണ്ട് വശത്തേക്കും ഒഴുകിപ്പോയി. അതിന്റെ ചുണ്ടിന്റെ രണ്ട് ഭാഗത്തു കൂടിയും പാല് ഒഴുകിപ്പോയി. कई खंडे के उपचार के उपरान इसके मुख में एक बूंद पानी टपकाया जा सका. കുറേ സമയം, കുറേ മണിക്കൂറുകൾ, ഖണ്ഡ മീൻസ് മണിക്കൂറുകൾ, കുറേ മണിക്കൂറുകൾ പരിശ്രമിച്ചപ്പോഴാണ് ആ ലേഖികയ്ക്ക് ഒരു തുള്ളി പാല് ആ അണ്ണാൻ കുഞ്ഞിന്റെ വായിലേക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചത്. ആ തുണി നനച്ചിട്ട് തിരുത്തുണിയിൽ പാല് മുക്കി ഇങ്ങനെ അതിന്റെ വായിലേക്ക് ഇറ്റിച്ചിട്ട് കൊടുത്തു. കുറേ സമയം ശ്രമിച്ചപ്പോഴാണ് ഒരു തുള്ളി പാൽ അതിന്റെ വായിലേക്ക് എത്തിയത്. तीसरे दिन वह इतना अच्छा और आश्वस्त हो गया कि मेरी उंगली अपने दो नन्हे बच्चों से पकड़कर नीले कांच के मोतियों जैसी आंखों से इधर उधर देखने लगा. എന്താ പറഞ്ഞത്, തീസരേ ദിൻ, മൂന്നാമത്തെ ദിവസം അതിന് കുറച്ച് ബെറ്ററായി, അണ്ണാൻ കുഞ്ഞ് കുറച്ച് ബെറ്ററായി, അതിന് ആശ്വസ്ത പോകുക, കുറച്ച് ബെറ്ററായിട്ട് ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ട് മാറി. എന്നിട്ട് മേരി ഉംഗലി, എൻ്റെ ഈ കൈകള് എന്ത് ചെയ്തു, അണ്ണാൻ കുഞ്ഞിന്റെ ആ കുഞ്ഞി കൈകൾ കൊണ്ട്, രണ്ട് കൈകൾ കൊണ്ട് എൻ്റെ വിരലുകളിൽ തൂങ്ങി പിടിച്ചു. നീലെ കാഞ്ചിന്റെ മോത്തിയോ ജൈസി ആംഖേ സേ ഇധർ ഉധർ ദേഖ്നെ ലഗാ, അതിന്റെ നീല മുത്തുകൾ പോലെയുള്ള കണ്ണുകൾ തുറന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. അണ്ണാൻ കുഞ്ഞ് ലേഖികയുടെ വിരലുകളിൽ ഇങ്ങനെ പിടിച്ചിട്ട് മുത്തുകൾ പോലെയുള്ള നീല മുത്തുകൾ പോലെ നീല കണ്ണുകളാണ് അത് തുറന്നു പിടിച്ചിട്ട് ചുറ്റിനും നോക്കാനൊക്കെ ആരംഭിച്ചു. 3-4 मास में उसके स्निग्ध रोए, छब्बेदार पूंछ और चंचल चमकीली आंखें सबको विस्मित करने लगी. 3-4 മാസം ആയപ്പോഴേക്കും അതിന്റെ ഇടതൂർന്ന രോമങ്ങള്, ഛബ്ബേദാർ പൂഞ്ച്, അണ്ണാന്റെ പാല് കണ്ടിട്ടുണ്ടോ, നല്ല ഭംഗിയല്ലേ, നിറച്ച രോമങ്ങളായിട്ട് ഇങ്ങനെ, എന്താ ഈ ആലപ്പുറത്തിരുന്നിട്ട് വീശുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആലവട്ടവും വെഞ്ചാമരവും ഒക്കെ കണ്ടിട്ടില്ലേ, അപ്പൊ അതിനകത്തൊരു വെള്ള പഞ്ഞി പോലെയുള്ള സാധനം കണ്ടിട്ടില്ലേ, അതേപോലെ നല്ല കുട പോലാണ് അണ്ണാൻ കുഞ്ഞിന്റെ ഇങ്ങനെ വളഞ്ഞിട്ട് മേളിൽ നിന്ന് ഇങ്ങനെ വളഞ്ഞിട്ട് നിൽക്കുന്ന വാല്, അത് നിറയെ രോമങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളതായിട്ട് മാറി. और चमकीली आंखें सबको विस्मित करने लगी. മുമ്പ് ഈ അണ്ണാൻ ഇങ്ങനെ മരണാസന്നനായ, ഈ കുഞ്ഞിങ്ങനെ മരിക്കാൻ മൃതപ്രായനായി കിടന്ന ആ കുഞ്ഞിനെ കണ്ട ആളുകൾ ഇത് അന്നത്തെ അണ്ണാൻ കുഞ്ഞാണോ എന്ന രീതിയിൽ വിസ്മയത്തോടുകൂടി ആശ്ചര്യത്തോടുകൂടി ചോദിക്കാൻ തുടങ്ങി. हमने उसकी जातिवाचक संज्ञा को व्यक्तिवाचक का रूप दे दिया और इस प्रकार हम उसे बिल्लू पकड़कर कहकर बुलाने लगी. हमने उसकी जातिवाचक संज्ञा,
സഖ്യ നമ്മൾ പഠിച്ചതാണ്. ജാതിവാചക്, വ്യക്തിവാചക്, ഭാവവാചകം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഗിൽഹരി എന്നുള്ളത് അണ്ണാന്റെ ജാതിവാചകം അല്ലെ. അണ്ണാൻ എന്നുള്ള പേര് നമ്മൾ ഹിന്ദിയിലുള്ളതിന്റെ പേരെന്താ? ഗിൽഹരി അല്ലേ. അപ്പോൾ അതിന്റെ ജാതിവാചക് സഖ്യയാണ് ഗിൽഹരി എന്നുള്ളത്. ആ ജാതിവാചക് സഖ്യയെ ഷോർട്ടാക്കി ചെറുതാക്കിയിട്ട് ഗില്ലു എന്ന് എല്ലാവരും അതിനെ വിളിക്കാൻ തുടങ്ങി. मैंने फूल देखने की एक हल्की डलिया में रुई बिछाकर उसे तार से खिड़की पर लटका दिया. ഞാൻ എന്ത് ചെയ്തു? സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോകുന്ന കൊട്ടയില്ലേ, ഇങ്ങനെ തൂക്കി പൂക്കളൊക്കെ നിറച്ച് വയ്ക്കുന്ന കൊട്ടയുണ്ടല്ലോ, മറ്റേ ഈ മടലിന്റെ പൊളിയൊക്കെ കൊണ്ടുണ്ടാക്കുന്ന കുട്ടകൾ കണ്ടിട്ടില്ലേ? അപ്പം ആ കുട്ടയിൽ എന്ത് ചെയ്തു? നിറച്ച് പഞ്ഞിയൊക്കെ വിരിച്ചിട്ട് ഒരു കമ്പിയിൽ, അതിൻ്റെ തള ഒരു കമ്പിയിൽ തൂക്കിയിട്ട് മുകളിൽ ജനലിൽ ഇങ്ങനെ തൂക്കിയിട്ടു. ആ കൊട്ട തൂക്കിയിട്ട് എന്തിനാണ്? ഈ അണ്ണാൻ കുഞ്ഞിന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടാക്കി ആ ഒരു കുട്ട നിറയെ പഞ്ഞി വിരിച്ചിട്ട് ലേഖിക അതിനെ കൊടുത്തു. വഹി 2 വർഷം ഗില്ലു കാ ഘർ രഹ. അടുത്ത 2 വർഷങ്ങൾ ഗില്ലു എന്ന ഗിൽഹരിയുടെ കൂട് അതായിരുന്നു, ആ അണ്ണാൻ കുഞ്ഞിന്റെ വീട് അതായിരുന്നു. वह स्वयं हिलाकर अपने घर में झूलता और अपनी कांच के मनकों से आंखों से कमरे के भीतर और खिड़की से बाहर न जाने क्या देखता समझता रहता था. 2 വർഷം ആ കൂട്ടിൽ കഴിഞ്ഞ അണ്ണാൻ ആ കൂട്ടിൽ കിടന്നിട്ട് ഇങ്ങോട്ട് ആടുമ്പോൾ ഈ കമ്പി ആടുന്ന അനുസരിച്ച് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കും. അവിടെ കിടന്നുകൊണ്ട് ഊഞ്ഞാലാട്ടം. പിന്നെന്താണ്? തൻ്റെ മുത്തുകൾ പോലെയുള്ള കണ്ണുകൾ തുറന്നിട്ട് ജനലിൻ്റെ അവിടെ വന്നിട്ട് വെളിയിലേക്ക് ഇങ്ങനെ നോക്കും. പിന്നെ എന്തൊക്കെയാണ് നടക്കുന്നത് ഇങ്ങനെ എപ്പോഴും ജനലിൻ്റെ അവിടെ നിന്ന് ശ്രദ്ധിച്ച് വെളിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. परंतु उसकी समझदारी और कार्यकलाप पर सबको आश्चर्य होता था. എന്നാൽ അതിൻ്റെ എന്താണ്? ഒരു സമജ്ദാരി, ബുദ്ധി വൈഭവം, ഇന്റലിജൻസ്, അതിൻ്റെ ബുദ്ധി വൈഭവം, സമജ്ദാരി, കാര്യകല, അതിൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ളൊരു എന്താണ് ശക്തി ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് തന്നെ സമയോചിതമായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് നിൽക്കും. അപ്പം അങ്ങനെയുള്ള അതിൻ്റെ ആ കഴിവ് എല്ലാവർക്കും ആശ്ചര്യമായിരുന്നു. ആ അണ്ണാൻ കുഞ്ഞിൻ്റെ കഴിവുകൾ എല്ലാവർക്കും ആശ്ചര്യമായിരുന്നു. അപ്പോൾ ഇന്ന് ഈ ലെസണിൽ പേജ് നമ്പർ 2 നമ്മൾ പഠിച്ച മീനിങ്സ് എന്ന് പറഞ്ഞാൽ കാഗദ്വയ എന്ന വാക്കിന് പകരം പഠിച്ച വാക്ക് ദോ കൗവേ. പിന്നെന്താ പഠിച്ചിരിക്കുന്നത്? കാഗദ്വയ കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് എന്താ? ബിനാ കിസി കാഗദ്വയ, നിശ്ചേഷ്ട സ ബിനാ കിസി ഹർക്കത്ത്, നിശ്ചേഷ്ട സ ബിനാ കിസി ഹർക്കത്ത്. പിന്നെന്താ പഠിച്ചിരിക്കുന്നത്? നിശ്ചിന്ത്, ആശ്വസ്തനായി, എന്താണ് കുറച്ചുകൂടെ എനർജറ്റിക് ആയി എന്നുള്ളതിന് പകരം നിശ്ചിന്ത്. 4th വൺ എന്താ പഠിച്ചത്? 4th വൺ ചിക്ന. പിന്നെ സ്നിഗ്ധ് മീൻസ് എന്താ? ഇടതൂർന്ന, നല്ല എന്താ പഞ്ഞി പോലെ നിൽക്കുന്ന ഇടതൂർന്ന രോമങ്ങൾ. സ്നിഗ്ധ എന്നുള്ളതിന് ചിക്ന, മിനുസമുള്ള, തിങ്ങി നിൽക്കുന്ന, മിനുസമുള്ള. 5ാമത്തെ വാക്ക് എന്തായിരുന്നു പഠിച്ചത്? വിസ്മിത് എന്നതിന് പകരം ആശ്ചര്യചകിതം. ഓക്കെ, എല്ലാവരും ഈ ലെസണിലെ ഈ പേജ് ഒരു 3 പ്രാവശ്യം വായിക്കുക. മീനിങ്സ് നോട്ടിലേക്ക് എഴുതുക, എഴുതി പഠിക്കുകയും വേണം മീനിങ്സ്. ഓക്കെ, ടുഡേ വി ക്യാൻ വൈൻഡ് അപ്പ് ദ ക്ലാസ്.